ഇടുക്കിയിലേക്ക് പോയാൽ അവിടെ ജെയിൻ എസ്രാജുണ്ട്. ജെയിൻ, ഇടുക്കി എങ്ങനെ വോട്ടെടുപ്പിനോട് പ്രതികരിക്കുന്നു? രാവിലെ തന്നെ നല്ല തിരക്കായിരുന്നു. പൊതുവിൽ ഈ നഗരമേഖലയൊക്കെ വെച്ച് നോക്കുമ്പോൾ രാവിലെ നേരം പുലരും മുമ്പേ ഉണരുന്ന ആളുകളാണ് മലയോര മേഖലയിൽ ഉള്ളത്. രാവിലെ വലിയ തിരക്കായിരുന്നു. ഇപ്പോൾ സ്ഥിതി എന്താണ്? രതീഷ്, തീർച്ചയായിട്ടും വലിയ ആവേശത്തോടു കൂടിയാണ് ആളുകൾ വോട്ട് ചെയ്യാൻ എത്തുന്നത്. വോട്ടിംഗ് ശതമാനം മുൻ വർഷങ്ങളെക്കാൾ കൂടുതലാണ്. ഈ സമയത്ത് 33.40 മുകളിലേക്ക് വോട്ടിംഗ് ശതമാനം എത്തിയിരിക്കുന്നു. 12:15 കിട്ടിയ കണക്കുകൾ അനുസരിച്ചാണ് ഇത്രയും ഉയർന്ന പോളിംഗ് ശതമാനം. ഇതിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം ഉണ്ടായിരിക്കുന്നത് ഉടുമ്പൻചോല മണ്ഡലത്തിലാണ് എന്നുള്ളതാണ്. ഉടുമ്പൻചോലയിൽ 36% പോളിംഗ് ശതമാനം ഇതിനകം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ മലയോര മേഖലയിൽ അതിശക്തമായിട്ടുള്ള പോളിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും പല രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു ഇരട്ട വോട്ടിന് അല്ലെങ്കിൽ ഇരട്ട വോട്ട് ചെയ്യാനുള്ള ഒരു ശ്രമം ഉടുമ്പൻചോല മണ്ഡലത്തിൽ നടന്നു. തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസം വോട്ട് ചെയ്തതിന് ശേഷം മടങ്ങിയെത്തിയ ഒരു സ്ത്രീ അവർ ഇവിടെ വീണ്ടും വോട്ട് ചെയ്യാൻ ശ്രമിച്ചു. അത് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുകയും അവരെ വോട്ടിൽ നിന്ന് തടയുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ഭർത്താവ് അതിനു മുമ്പ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ജില്ലയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വളരെ സമാധാനപരമായിട്ടാണ് വോട്ടിംഗ് പുരോഗമിക്കുന്നത്. വോട്ടിംഗ് ശതമാനം ഉയരാൻ പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, ഇന്ന് വെള്ളിയാഴ്ചയാണ്. സ്വാഭാവികമായും വിശ്വാസികളായിട്ടുള്ള ആളുകൾ പള്ളിയിൽ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് നേരത്തെ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. കൂടാതെ ചൂടും വൈകിട്ട് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയായിരിക്കാം ഒരുപക്ഷെ ഈ വോട്ടിംഗ് ശതമാനം സാധാരണയിൽ നിന്ന് ഉയരാൻ കാരണം. ശരി, ഇടുക്കിയുടെ സ്വന്തം പി ജെ ജോസഫ്, അവിടുത്തെ തലമുതിർന്ന നേതാവ്, അതേ വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളടക്കമാണ് നമ്മൾ കാണുന്നത്. ജെയിൻ എസ്രാജുവാണ് ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം കുന്നുകുഴിയിലും മണക്കാടും കള്ളവോട്ട് എന്ന പരാതി. നേരത്തെ കുന്നുകുഴിയിലേത് എനിക്ക് തോന്നുന്നത് അമലാണ് എന്ന് തോന്നുന്നു, നേരെ സൂചിപ്പിച്ചിരുന്നു. മണക്കാടും കള്ളവോട്ട് എന്ന വിവരം പങ്കുവയ്ക്കപ്പെടുകയാണ്. പോളിംഗ് സ്റ്റേഷനിൽ എത്തിയവരുടെ വോട്ട് മറ്റാരോ ചെയ്തു എന്നതാണ് പരാതി. വന്നവർ വോട്ട് രേഖപ്പെടുത്താതെ മടങ്ങി. മറ്റാരോ നേരത്തെ വോട്ട് ചെയ്തു.